السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولوطا إذ قال لقومه إنكم لتأتون الفاحشة ما سبقكم بها من أحد من العالمين. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ അവന്റെ ഭവനത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ആ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇസ്ലാമിക ചരിത്രം, ആ സൃഷ്ടിപ്പിന്റെ ആരംഭം മുതലാണ് നമ്മൾ പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി അർശിനെ സൃഷ്ടിക്കുകയും തുടർന്ന് അങ്ങോട്ട് സൃഷ്ടിപ്പിന്റെ ആ ചരിത്രം പറഞ്ഞ് പ്രവാചകന്മാർ ആദം നബി അലൈഹി ഇസ്ലാം, പിന്നീട് ഷീസ് നബി അലൈഹി ഇസ്ലാം, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം, തുടർന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, അതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം എന്നിവരുടെ ചരിത്രം നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. അപ്പൊ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിക്കും ശേഷം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രവാചകനാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം. ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സഹോദരന്റെ മകനാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം. അതായത് ലൂത്ത് ബിന് ഹാറാൻ ഇബ്നു താറ, അതായത് ഹാറാൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ സഹോദരനാണ്. ആ സഹോദരന്റെ പുത്രനാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം. അപ്പൊ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചെറുപ്പത്തിൽ തന്നെ ആ പിതാവ് ഹാറാൻ മരണപ്പെടുകയാണ്. അപ്പൊ യതീമായിട്ടാണ് വളരുന്നത് ലൂത്ത് നബി അലൈഹി ഇസ്ലാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കീഴിലാണ് വളരുന്നത് ലൂത്ത് നബി അലൈഹി ഇസ്ലാം. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു ആദർശവാദിയായ മുസ്ലിം ആയിരുന്നു ലൂത്ത് നബി അലൈഹി ഇസ്ലാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമുക്കറിയാം, ഇറാഖിൽ നിന്നും ആ ഈജിപ്തിലേക്ക് ഹിജ്റ പോയപ്പോൾ, സാറാ ബീവിയോടൊപ്പം ഹിജ്റ പോയ സന്ദർഭത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമയും കൂടെ കൂട്ടുന്നുണ്ട്. അപ്പൊ ആ ഭാര്യ സാറയുടെയും അതുപോലെ തന്നെ കൂടെ തന്റെ വളർത്തുമകനായ ആ സഹോദരന്റെ മകൻ ലൂത്ത് നബി അലൈഹി ഇസ്ലാമയും ഇബ്രാഹിം നബി ഇസ്ലാമയുടെ ഒപ്പം ഉണ്ടായിരുന്നു ആ ഈജിപ്തിലേക്കുള്ള യാത്രയിൽ. പിന്നീട് തിരിച്ചവർ ഷാമിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്, ഈജിപ്തിൽ നിന്ന് തിരിച്ച് ഷാമിലേക്ക് വരുന്നുണ്ട്. അപ്പോഴൊക്കെ ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി ഇസ്ലാമയുടെ ഒപ്പമുണ്ട്. ഖുർആനിൽ 27 പ്രാവശ്യം ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ അഅറാഫ്, ഹൂദ്, അതുപോലെ തന്നെ ഹിജ്ർ, ഖമർ, ശുഅറ, ഈ സൂറത്തുകളിലെല്ലാമായിട്ട് വളരെ വിശദമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ ആ സമുദായത്തിന്റെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഈജിപ്തിൽ നിന്ന് തിരിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒപ്പം ഷാമിലേക്ക് വരികയാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം. അപ്പൊ ഷാമിൽ സദൂം എന്നൊരു സ്ഥലത്ത് അവിടെ ലൂത്ത് നബി അലൈഹി ഇസ്ലാം വിവാഹം കഴിക്കുകയാണ്. ആ സ്ഥലത്ത് നമുക്കറിയാം, ഓരോ പ്രവാചകന്മാരും ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ സമൂഹത്തിലുള്ള ഉയർന്ന ഒരു തറവാട്ടിലായിരിക്കും ആ പ്രവാചകൻ ജനിക്കുന്നത്. ആ ഒരു സമൂഹത്തിന്റെ തന്നെ ആളായിരിക്കും ആ പ്രവാചകൻ. പക്ഷെ ലൂത്ത് നബി അലൈഹി ഇസ്ലാം ആ സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നില്ല. സദൂം ഗോത്രത്തിൽ പോയിട്ട് അവിടെ വിവാഹം കഴിച്ച് അവിടെ താമസമാക്കിയ ആളാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാം. ബാക്കി എല്ലാ പ്രവാചകന്മാരെ നമുക്ക് നോക്കുമ്പോഴും അവരെല്ലാവരും ആ സമൂഹത്തിൽപ്പെട്ട ഒരു ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും ലൂത്ത് നബി അലൈഹി ഇസ്ലാം ഏത് മാർഗം ദഅവത്തിന്റെ മാർഗത്തിൽ സ്വീകരിച്ചിട്ടും ആ നാട്ടുകാർ ലൂത്ത് നബി അലൈഹി ഇസ്ലാമെ അംഗീകരിച്ചിട്ടില്ല. കാരണം ലൂത്ത് നബി അലൈഹി ഇസ്ലാം ആ നാട്ടിലുള്ള ഒരു പ്രമുഖ തറവാട്ടുകാരനായിരുന്നില്ല എന്നൊരു കാരണം. ലൂത്ത് നബി അലൈഹി ഇസ്ലാം വിവാഹം കഴിച്ച നാടാണ് സദൂം. ആ സദൂം നാട്ടിലേക്കാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. 4 പ്രദേശങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥലമാണ് സദൂം എന്നുള്ളത്. സദൂം, അമൂറ, ഉദൂമ, സബീം, ഈ 4 പ്രദേശങ്ങൾ, ഈ 4 സ്ഥലങ്ങൾ ഇന്നത് നിലകൊള്ളുന്നത് ജോർദാൻ, സിറിയ, ഫലസ്തീൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം, അതാണ് സദൂം. ഇപ്പൊ ഖുർആനിൽ ആ സദൂം നാട്ടുകാർ ചെയ്ത 3 പ്രധാനപ്പെട്ട
തിന്മകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു ചരിത്രം അതിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത്. മറ്റുള്ള ഒരു പ്രവാചകനെ പോലെ വിശദമായിട്ട് എല്ലാ ഭാഗങ്ങളും ഖുർആൻ ചർച്ച ചെയ്തിട്ടില്ല ആ ഒരു പ്രവാചകന്റെ ചരിത്രത്തെ കുറിച്ച്. അപ്പൊ നമ്മൾ നമ്മുടെ ചരിത്രം പറയുമ്പോൾ തന്നെ ഖുർആനും സ്വഹീഹായ ഹദീസും മാത്രമാണ് നമ്മൾ മാനദണ്ഡമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ലൂത്ത് നബി ഇസ്ലാമിന്റെ ആ സമുദായത്തിനെ കുറിച്ചും ചരിത്രം പ്രതിപാദിക്കുന്നത് ആ ഒരു ചില വിഷയങ്ങൾ മാത്രമേ നമുക്ക് വ്യക്തമായ ആ ഒരു ധാരണയുള്ളൂ. ഇപ്പൊ 3 പ്രധാനപ്പെട്ട തിന്മകളാണ് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ അങ്കബൂത്തിൽ ലൂത്ത് നബി ഇസ്ലാം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അയിന്നക്കും ലതഅതൂന റിജാൽ. ഒന്നാമത്തെ തെറ്റ്, അവർ പെണ്ണുങ്ങളെ, സ്ത്രീകളെ ഒഴിവാക്കി അവരുടെ വികാര പൂർത്തീകരണത്തിന് ആണുങ്ങളെ സമീപിക്കുമായിരുന്നു. അതായിരുന്നു അവരുടെ ഒന്നാമത്തെ തെറ്റ്. അപ്പൊ പെണ്ണുങ്ങളിൽ യാതൊരു താല്പര്യവും അവർക്ക് ഉണ്ടായിരുന്നില്ല. ആ സദൂം നാട്ടിലെ ആണുങ്ങളെയും സ്ത്രീകളെയും ആയിരുന്നു സമീപിച്ചിരുന്നത്. അതാണ് അവർ ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തേത് സബീൽ. ആ നാട്ടിലൂടെ ഏത് യാത്രക്കാർ പോകുമ്പോഴും അവരെ കൊള്ളയടിക്കും. എന്നിട്ട് അതിലെ ആണുങ്ങൾ പിടിച്ചുകൊണ്ടുപോകും, സ്ത്രീകളും കൊണ്ടുപോകും. അപ്പൊ രണ്ടാമത് കൊള്ളയടിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഇപ്പൊ നാദി എന്ന് പറയുന്നത് പകല് ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സ്ഥലം. അപ്പൊ ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സംസാരിച്ചിരിക്കുന്ന സ്ഥലമാണ് നാദി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ മക്കക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആ കഅബയ്ക്ക് അടുത്തുള്ളത്. അതേപോലെ ആ നാട്ടുകാർ ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ് നാദി. അപ്പൊ അവിടെ ഇവർ എന്ത് ചെയ്യും? പരസ്യമായി ഈ വക കാര്യങ്ങളിൽ ഏർപ്പെടുകയും ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ 3 കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഏത് രീതിയിലും പൂർണ്ണമായും ഫസാദ് ഉണ്ടാക്കിയ, നാട്ടിൽ ഫസാദും ഫിത്നയും ഉണ്ടാക്കിയിട്ട് താമസിച്ച ഒരു വിഭാഗം ആൾക്കാരാണ് ആ സദൂം നാട്ടിലെ ആൾക്കാർ. അപ്പൊ അവരിൽ യാതൊരു നന്മയും കണ്ടിരുന്നില്ല. ആ രീതിയിൽ അത്രയും അധപതിച്ചു പോയൊരു സമൂഹമായിരുന്നു ആ സദൂം നാട്ടുകാർ. കാരണം അവർക്ക് ഭാര്യമാരുണ്ട്, പെൺമക്കളുണ്ട്. പക്ഷെ എന്നാലും അവർ ഭാര്യമാരെ ഉപയോഗിക്കുന്നില്ലായിരുന്നു. ആണുങ്ങൾ പരസ്യമായി ആ വികാരം പൂർത്തീകരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു. അപ്പൊ പരസ്യമായ ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തും, അതേപോലെ തന്നെ ആരെങ്കിലും യാത്രക്കാരുണ്ടെങ്കിൽ, അതിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് അറബിയിൽ പറയുന്നൊരു വാക്കാണ് അമ്രത്. അപ്പൊ സുന്ദരന്മാരായ ആൺകുട്ടികളെ പറയുന്നതാണ്. അപ്പൊ ആ വഴിയിലേക്ക് പോകുമ്പോഴേക്കും അവരെ കടന്നു പിടിച്ച് ആക്രമിച്ചു കൊണ്ടുവന്ന് അവരെ ഉപദ്രവിക്കുകയും ഈ രീതിയിൽ അവരുടെ ഒരു വികാര പൂർത്തീകരണം നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു സദൂം നാട്ടുകാർ. വിശുദ്ധ ഖുർആനിൽ ലൂത്ത് നബി ഇസ്ലാം ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരിക്കുന്നുണ്ട്. ലൂത്തൻ ഇദ് ഖാല ലിഖൗമിഹി. ലൂത്ത് നബി ഇസ്ലാം അവരോട് പറഞ്ഞു, അതഅതൂനൽ ഫാഹിഷ. അപ്പൊ ഫാഹിഷ എന്ന് പറഞ്ഞാൽ വളരെ മ്ലേച്ഛമായ വൃത്തികെട്ട കാര്യം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ അതഅതൂനൽ ഫാഹിഷ, നിങ്ങൾ ആ മ്ലേച്ഛമായ വൃത്തികെട്ട കാര്യം ചെയ്യുകയാണ്. മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. അപ്പൊ ലോകരിൽ ഇന്നേ വരെ ഒരാളും ചെയ്യാത്ത ഒരു തിന്മയാണ് നിങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതിനു മുമ്പ് ഇന്നേ വരെ ആണുങ്ങളെ സമീപിച്ചിരുന്നില്ല, പെണ്ണിനെയും സമീപിച്ചിരുന്നില്ല. നിങ്ങളാണ് ആദ്യമായിട്ട് ആ ഒരു രീതി കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലും ഇന്ന് ഇത് വളരെയധികം അധികരിച്ചു വരുന്നത്. അപ്പൊ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വവർഗരതി. ഇസ്ലാം അത്രയും കണിശമായ രീതിയിൽ അതിനെ വർജിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ മോശമായിട്ടാണ് വിശുദ്ധ ഖുർആനും ഹദീസും അതിനെ നമ്മളോട് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ രീതിയിലാണ് ആ സമൂഹത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആ വിഷയം നമ്മൾ കാണണം. അപ്പൊ നമ്മൾ സമൂഹത്തിൽ അതിനെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ചില ആൾക്കാർ മനസ്സിലാക്കിയത് അത് തെറ്റല്ല, അത് ഇസ്ലാമികപരമായിട്ട് ഹറാമാക്കപ്പെട്ടതല്ല എന്ന് പോലും മനസ്സിലാക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ആ ഒരു ഗൗരവം നമ്മൾ അറിയിക്കണം, നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. വളരെ മോശമായ, നീചമായിട്ടാണ് ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയത്. അതഅതൂനൽ ഫാഹിഷ. അപ്പൊ ഫാഹിഷ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുമ്പിൽ പറയാനോ മറ്റൊരാളുടെ മുമ്പിൽ കാണാനോ കഴിയാത്ത അത്രയും മോശമായ കാര്യം എന്നാണ് അറബിയിൽ അർത്ഥം വരുന്നത്. ലൂത്ത് നബി ഇസ്ലാം ഇതൊക്കെ എതിർത്തു. അവരോട് പലപ്പോഴും പല രീതിയിലായിട്ട് എതിർത്തു, ദഅവത്ത് നൽകി. പക്ഷെ ആ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇവർ കാണുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു യാത്രാ സംഘം അവിടെ വരികയാണെങ്കിൽ ആ യാത്രാ സംഘത്തെ ലൂത്ത് നബി ഇസ്ലാം സംരക്ഷിക്കുമായിരുന്നു. എന്നിട്ട് അവർ കാണാതെ ആ നാട്ടിൽ നിന്ന് അവരെ കടത്തിവിട്ടു. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും?
അല്ലെങ്കിൽ ലൂത്ത് നബി ഇസ്ലാമിന്റെ വീട്ടിൽ അവരെ ഒളിപ്പിച്ചു നിർത്തും. എന്നിട്ട് അവർ കാണാതെ ആ നാട് കടത്തിവിടും, അവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി. ആ രീതിയിൽ അത്രയും അധപതിച്ച ഒരു സമൂഹമായിരുന്നു ആ സദൂം നാട്ടിലെ ആൾക്കാർ. ലൂത്ത് നബി ഇസ്ലാം എല്ലാ രീതിയിലും അവരെ ഉപദേശിച്ചു നോക്കി, പക്ഷെ അവർ നന്നാവാൻ കൂട്ടാക്കിയില്ല, തയ്യാറായില്ല. മറിച്ച് അവരുടെ മറുപടി എന്തായിരുന്നു എന്ന് അറിയൂ. അതായത് അഖ്രിജുഹും മിൻ ഖറിയത്തിക്കും ഇന്നഹും ഉനാസൻ യതദഹറു. അവർ പറയുകയാണ്, ലൂത്ത് നബി ഇസ്ലാം അവരെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ നാട്ടിലെ നേതാക്കന്മാർ പറഞ്ഞു, ലൂത്തിനെയും ലൂത്തിന്റെ കൂടെയുള്ള ആൾക്കാരെയും നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം. ഇന്നഹും ഉനാസു യതദഹറു. അവൻ വലിയ ശുദ്ധിയുള്ള ആൾക്കാരാണ്. അഥവാ അവിടെ തിന്മ ചെയ്യാതെ ശുദ്ധിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംവിധാനിച്ചത്, ആ ഒരു സംവിധാനത്തിൽ കേടുവരാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ, ശുദ്ധിയുള്ള ആൾക്കാർ, ഇപ്പൊ ലൈംഗികതയിലും ശുദ്ധി പുലർത്തുന്ന ആൾക്കാർ, അവരെ മോശപ്പെട്ടവരായിരുന്നു അവിടെ. ഇന്നഹും മുനാസു യതദഹറൂൻ. അവർ വലിയ ശുദ്ധിയുള്ള ആൾക്കാരാണ്, അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കണം എന്നൊരു പരിഹാസ രൂപേണയാണ് അവര് ആ ഒരു മേലാളന്മാര് ലൂത്ത് നബി ഇസ്ലാമോട് പറഞ്ഞത്. ഖാലു അവലം നൻഹക അനിൽ ആലമീൻ. ലൂത്ത് നബി ഇസ്ലാം ആ നാട്ടിൽ വരുന്ന ആൾക്കാരെ സംരക്ഷിക്കും, അവർക്ക് ഈ ഒരു ജനതയ്ക്ക് വിട്ടുകൊടുക്കില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ദേഷ്യം തീർക്കാൻ അവർ പറയുമായിരുന്നു, ഔലം നൻഹക അനിൽ ആലമീൻ, ഈ നാട്ടുകാരെ മൊത്തം നീ നന്നാക്കാൻ ഇറങ്ങേണ്ടല്ലോ, നീ നിന്റെ കുടുംബം നോക്കിയാൽ മതി എന്നൊക്കെ അവര് ലൂത്ത് നബി ഇസ്ലാമയോട് ശകാരിക്കുമായിരുന്നു. അവസാനം അവർ പറയുമായിരുന്നു, ഖാലു ലൈലം തന്തഹി യാ ലൂത്ത് ലതകൂനന്ന മിനൽ മുഖ്റജീൻ. നീ ഈ പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ, അപ്പൊ നീ നന്മയിലേക്കുള്ള നിന്റെ ഉപദേശം അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ നാട്ടിൽ നിന്നും നിന്നെ ഞങ്ങൾ പുറത്താക്കും, ഈ നാട്ടിൽ നിന്നെ വെച്ചു പുറപ്പിക്കില്ല. കാരണം ലൂത്ത് നബി ഇസ്ലാം യഥാർത്ഥത്തിൽ ആ നാട്ടുകാരനല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുടുംബ സപ്പോർട്ട് ലൂത്ത് നബി ഇസ്ലാം ആ നാട്ടിലില്ല. അപ്പൊ വിവാഹം കഴിച്ച് അവിടെ എത്തിയ ആളാണ് ലൂത്ത് നബി ഇസ്ലാം. ലൂത്ത് നബി ഇസ്ലാം 2 മക്കളാണ്, 2 പെൺമക്കളാണ്, ആൺമക്കൾ ഉണ്ടായിരുന്നില്ല. ഈ 2 പെൺമക്കളുടെ ഉമ്മ, ആദ്യം വിവാഹം ചെയ്ത ആ ഈ 2 പെൺമക്കളുടെ ഉമ്മ മരണപ്പെട്ടു. അതിനുശേഷം ആ സദൂം നാട്ടിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയുണ്ടായി. പക്ഷെ ആ ഒരു സ്ത്രീ കാഫിറത്തായിരുന്നു. അപ്പൊ എല്ലാ രീതിയിലും ലൂത്ത് നബി ഇസ്ലാമിനെ എതിർത്ത് നിന്ന ആളായിരുന്നു ആ ഒരു 2ാമത്തെ ഭാര്യ. പക്ഷെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറായ 2 സ്ത്രീകൾക്ക് ഉദാഹരണം പറഞ്ഞെടുത്ത്, ഒന്ന് ഇമ്രഅത്തു ലൂത്ത് വ ഇമ്രഅത്തു നൂഹ്. നൂഹ് നബി ഇസ്ലാമിന്റെയും ലൂത്ത് നബി ഇസ്ലാമിന്റെയും ഭാര്യമാരെയാണ് പറയുന്നത്. അതായത് ഈ 2ാമത്തെ ഭാര്യയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അവർ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. ആ വഞ്ചന എന്തായിരുന്നില്ല, ലൈംഗികപരമായ വഞ്ചനയായില്ല. കാരണം ഒരിക്കലും ഒരു പ്രവാചകന്റെ ഭാര്യ ആ രീതിയിൽ വഞ്ചിക്കപ്പെടുകയില്ല. അത് കുഫറാണ്, അഥവാ ദീനീപരമായിട്ടുള്ള വഞ്ചനയാണ്, അല്ലാതെ ശാരീരികമായ വഞ്ചനയല്ല വിശുദ്ധ ഖുർആനാണ് പരാമർശിക്കുന്നത്. കാരണം അതൊരിക്കലും ഒരു പ്രവാചകന് ചേർന്നതല്ല. ലൂത്ത് നബി ഇസ്ലാം അവരെ നന്മയിലേക്ക് ക്ഷണിച്ചു. അവർ ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട ആ കാര്യത്തെ പല രീതിയിലും എതിർത്തു നോക്കി. പക്ഷെ അവരതൊന്നും ചെവി കൊണ്ടില്ല. മറിച്ച് അവർ ലൂത്ത് നബി ഇസ്ലാമിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നീ ആ അള്ളാഹുവിന്റെ ശിക്ഷ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചതാ എന്ന രൂപത്തിലാണ് അവർ സംസാരിച്ചുകൊണ്ട്. നമ്മൾ ഈ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഇതേ രീതിയിലാണ് പ്രവാചകന്മാർ അവരെ അള്ളാഹുവിനെ താക്കീത് നൽകും, മുന്നറിയിപ്പ് നൽകും, വലിയ ശിക്ഷ വരാനുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകും. അപ്പോഴൊക്കെ ആ ഒരു സമൂഹം പ്രവാചകന്മാരെ കളിയാക്കിയിട്ട് നീ പറയുന്നത് സത്യമാണെങ്കിൽ ആ ശിക്ഷ ഒന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് കാണിച്ചതാ എന്ന് വളരെ ലാഘവത്തോടെ അവർ പറയുമായിരുന്നു. അപ്പൊ അത് സത്യനിഷേധികളുടെ ഒരു രീതിയാണ്. അപ്പൊ ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്ത് കാണിച്ചതാ, ആ രീതിയിലുള്ള പരിഹാസ രൂപേണയുള്ള വെല്ലുവിളികളാണ് സത്യനിഷേധികൾ നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആ ഒരു സമൂഹത്തെ, ആ സദൂം നാട്ടുകാരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ആ മലക്കുകൾ ആദ്യം വന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. കാരണം ഇബ്രാഹിം നബി ഇസ്ലാം അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ അടുത്തേക്ക് വന്ന് ആ മകൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നുണ്ടെന്ന് ആ സന്തോഷ വാർത്ത അറിയിച്ചു മലക്കുകൾ. ഇപ്പൊ 2ാമത്തെ മകൻ, ആദ്യത്തെ മകൻ ഇസ്മായില്, ആ 2ാമത്തെ മകനായ ഇസ്ഹാഖ് ജനിക്കുന്നുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ഞങ്ങൾ ആ സദൂം നാടിനെ നശിപ്പിക്കാൻ അയക്കപ്പെട്ട മലക്കുകളാണെന്ന് അറിയിക്കുകയും ചെയ്തു ഇബ്രാഹിം നബി ഇസ്ലാമിന്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലമ്മാ ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റ ഖാലു സലാമൻ ഖാല സലാം ഫമാ
ലബിസ അൻജാ ബിഇജ്ലി ഹനീദ്. ഇപ്പൊ നമ്മുടെ മുർസലീങ്ങൾ, നാം അയച്ച ആ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് ചെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. ഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ മുഹ്ലികു അഹ്ലി ഹാദിഹിൽ ഖറിയത, അതായത് നമ്മൾ ആ നാട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഇന്ന അഹ്ലഹ കാനു വാലിമീൻ, അതായത് ആ നാട്ടുകാർ വാലിമീങ്ങളായിരുന്നു, അക്രമികളായിരുന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം തിരിച്ചു പറയുന്നുണ്ട്, ഖാല ഇന്ന ഫീഹാ ലൂത്ത്. ആ സദൂം നാട്ടുകാരുടെ പേര് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഓർമ്മ വന്നത് തന്റെ സഹോദരനായ ഹാറാന്റെ മകൻ ലൂത്തിനെ. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്ന ഫീഹ ലൂത്തൻ, സദൂം നാട്ടിൽ എന്റെ മകൻ ലൂത്തുണ്ട്, കാരണം വളർത്തു മകൻ കൂടിയാണ്. അപ്പൊ മലക്കുകളുടെ മറുപടി, ഖാലു നഹ്നു അഅലമു ബിമൻ ഫീഹ, അപ്പൊ ആ നാട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. തനജ്ജയ്നാഹു വഅഹ്ലഹു ഇല്ല ഇംറഅതഹു കാനത് മിനൽ ഗാബിരി. അപ്പൊ ആ ലൂത്തിനെയും ലൂത്തിന്റെ കുടുംബത്തെയും, ആ കുടുംബം കൊണ്ട് ഉദ്ദേശം മുഅ്മിനീങ്ങളാണ്. അപ്പൊ ആ ലൂത്തിനെയും മുഅ്മിനീങ്ങളെയും നമ്മൾ സംരക്ഷിക്കും, രക്ഷപ്പെടുത്തും. ഇല്ല ഇമ്രാത്തഹു ലൂത്ത്, എന്ത്, ലൂത്ത് നബി ഇസ്ലാമയുടെ ഭാര്യ ഒഴിച്ച്. കാരണം എന്താ, കാനത്ത് മിനൽ ഗാബിരീൻ, അവൾ ആ അതിക്രമികാരികളുടെ കൂടെയായിരിക്കും. അപ്പൊ ഇതും പറഞ്ഞ് ആ മലക്കുകൾ സദൂമിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ലൂത്ത് നബി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് അതിഥികളായി മനുഷ്യരൂപത്തിലാണ് ആ മലക്കുകൾ വരുന്നത്. അപ്പൊ അതിഥികളുടെ രൂപത്തിൽ വന്ന മലക്കുകൾ, അപ്പൊ ആ മനുഷ്യ രൂപത്തിൽ വന്നാൽ പ്രവാചകന്മാർക്ക് പോലും തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് വന്നപ്പോഴും ഇബ്രാഹിം അലൈഹി ഇസ്ലാം തിരിച്ചറിഞ്ഞില്ല. പിന്നെ മലക്കുകൾ പറയുമ്പോഴാണ് ഇബ്രാഹിം നബി ഇസ്ലാമിക്ക് മനസ്സിലാകുന്നത് അത് മലക്കുകളാണ്. അപ്പൊ ആ ഒരു സന്ദർഭം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ആ മലക്കുകൾ ആ ഒരു നാട്ടുകാരെ, ആ സദൂം നാട്ടുകാരെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ലേൺഡ് ഖുർആന്റെ കളക്ഷൻ, നമുക്കറിയാം ആ ഒരു പാഠ്യപദ്ധതി, അതിന് ഒരുപാട് എഫേർട്ട് ആ ഒരു ജാമിയ സലഫിയ പുളിക്കൽ അവരാണ് ഈ ഒരു പാഠ്യപദ്ധതി ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ആ ഒരു പാഠ്യപദ്ധതിക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിനായി നമ്മളാൽ കഴിയുന്ന രീതിയിൽ സദഖകൾ നൽകി ഈ ഒരു കളക്ഷൻ വിജയിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രവർത്തകന്റെ സഹോദരി ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ്. ഇപ്പൊ ദുആയ്ക്ക് വസിയത്ത് ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സഹോദരിക്ക് എല്ലാ രീതിയിലും പെട്ടെന്ന് തന്നെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, അവരൊരു പരീക്ഷാ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ആ ഭൗതിക പഠനത്തിന്റെ മേഖലകളിലേക്ക് കടക്കുന്ന പല പരീക്ഷകളും അറ്റൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പരീക്ഷകൾ അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്, നമ്മൾ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ആ പരീക്ഷകൾക്ക് കയറുന്നതിന് മുമ്പ് ആ പരീക്ഷകൾ എളുപ്പമാക്കി തരാൻ വേണ്ട ഒരു ദുആ, അല്ലാഹുമ്മ ലാ സഹ്ലൻ ഇല്ലാ മാ ജഅൽതഹു സഹ്ലൻ വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ലൻ. അപ്പൊ ആ ഒരു ദുആ കുട്ടികളെ പഠിപ്പിക്കുകയും പരീക്ഷകൾക്ക് കയറുന്നതിന് മുമ്പ് അത് പറയുകയും ചെയ്യാൻ നമ്മൾ ശീലിപ്പിക്കണം. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.